പിന്നെ ഈ അപ്പാവ് സ്വാമി പറഞ്ഞു കൊടുത്തത് എഴുതിയെടുത്ത ഔഷധക്കൂട്ടുകളുണ്ട് ധാരാളം, സ്വാമി പറഞ്ഞു തന്നത് എന്നൊക്കെ ഉണ്ട്. പരമ്പരാഗതമായി വീണ്ടും വീണ്ടും തിരുത്തിയല്ല വീണ്ടും വീണ്ടും കോപ്പി ചെയ്ത് എഴുതിയതും അല്ലാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും ഒക്കെയായ ഗ്രന്ഥങ്ങളെല്ലാം നോക്കുമ്പോൾ അതിൻ്റെ ഒരു പിൻബലത്താൽ ഞാനും ജ്യോതിഷത്തില് സത്യാചാര്യരുടെ വഴികൾ കുറെ സ്വീകരിച്ചപ്പോൾ അതിൻ്റെതായ സൂക്ഷ്മത ഉണ്ടായിട്ടുണ്ട്. അതിലൂടെയാണ് കൂടുതലായിട്ട് എനിക്ക് പൂർവ്വജന്മ ഫലങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കുന്നത്. അത് ഞാൻ അതിൻ്റെ എൻ്റെ നിഗമനങ്ങൾ പൂർണ്ണമായും ശരിയാണോ ഇല്ലയോ നോക്കാൻ വേണ്ടി ഞാൻ അതിനെ അഗസ്ത്യനാടിയുടെ സമ്പ്രദായത്തിലേക്ക് ഈ വന്നവരെ തന്നെ ഏതെങ്കിലും അഗസ്ത്യനാടി കേന്ദ്രത്തിൽ ഏറ്റവും ശരിയായി പറയുന്നവർ, അത് അപൂർവം ആളുകളേ ഉള്ളൂ, അവിടെ പോയി നോക്കിയിട്ട് അത് ശരിയായി പഴന്തമിഴ് ശരിക്ക് പഠിച്ചിട്ട് അതിൽ ഉൾവിളിയോടുകൂടിയ അതിലൊരു സമർപ്പണത്തോടു കൂടിയിരിക്കുന്ന അതിലുള്ള പറഞ്ഞിരിക്കുന്ന നിഷ്ഠകളോടുകൂടി പോകുന്നവരായ ആളുകൾ അത് പറയുമ്പോൾ അഗസ്ത്യനാടിയിൽ വരാത്ത രഹസ്യം. അങ്ങനെ സത്യാചാര്യരുടെ കണക്കുകൾ വെച്ചിട്ട് ഞാൻ നോക്കിയതെല്ലാം അഗസ്ത്യനാടിയിലൂടെ പറഞ്ഞതും പിന്നെ എൻ്റെ ഇതുവരെയുള്ള കണക്കുകൂട്ടുകൾ, ഇൻഡ്യൂഷൻ, പിന്നെ ധ്യാനത്തിന്റെ ശക്തി, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നതെല്ലാം സത്യമാണെന്ന്, അതും ഇതും ഒന്ന് തന്നെയാണെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നത്. അപ്പൊ പലതും പൂർണ്ണമാണ്, കൂടുതൽ അഗസ്ത്യനാടിയിൽ പേര് നാളിതൊക്കെ പറയാതെ എനിക്ക് സാധ്യമാകുന്നതായിട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഫലപ്രവചനത്തിൽ സൂക്ഷ്മത. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ എന്താ പറയണ്ടേ, ധ്രുവശാസ്ത്രത്തിന്റെ, ധ്രുവനാഡിയുടെ, അല്ലെ സത്യജാതകത്തിന്റെ, സത്യസംഹിതയുടെ, ഇതെല്ലാം ഒരു കാര്യം തന്നെയാണ്, ഒരു ഗ്രന്ഥം തന്നെയാണ്. അതിന്റെ പ്രാധാന്യം ഇങ്ങനെ കിടക്കുക എന്ന് വെച്ചാൽ ഋഷികളുടെ വഴിയിൽ നമ്മൾ കുറെ അപ്ഡേഷൻസ് ഒക്കെ വരുത്തി പോകുമ്പോൾ ഋഷിയുടെ പാതയിൽ നിന്ന് പോകാതാവുക, പിന്നെ ദൈവികതയെ, ദേവതാരാധനയ്ക്കുള്ള പ്രാധാന്യം ഒരുപാട് പ്രാധാന്യം വരുമ്പോൾ അത് ഈ അഭൗമത സൃഷ്ടിച്ച് നമ്മൾ ജപിച്ചും തപിച്ചും ഇരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ മുന്നേ പോയിരുന്ന മനുഷ്യ ശരീരം സ്വീകരിച്ച് തന്നെ പോയിരിക്കുന്ന ആളുകൾ, സിദ്ധന്മാരും ജ്ഞാനികളും എഴുതി വെച്ചിരിക്കുന്നതെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തുകയോ ശ്രദ്ധിക്കാതെയോ പോകുന്നതിന്റെ കുഴപ്പങ്ങൾ ഇവിടെ. അതുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിന് ഒത്തിരി കുഴപ്പം വന്നിട്ടുണ്ട്. ഈ നശ്വരതാവാദം ഒരുപാട് നാശം വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ എവിടെയോ ഞാൻ ഇങ്ങനെ ഒരു യാത്രാമധ്യേ ഒരു സ്ഥലത്ത് ഇങ്ങനെ കാർ ബ്രേക്ക് ചെയ്തപ്പോൾ അവിടെ ഒരു സപ്താഹം നടക്കുന്നു. ഈ ശ്രീകൃഷ്ണൻ എനിക്കുള്ളപ്പം, പിന്നെ ഉണ്ണിയായിട്ട് കണ്ണനുള്ളപ്പം പിന്നെ വേറൊരു മക്കൾ ഉണ്ടാകുന്ന എന്തിനാ? ഭൂദാനത്തിന് മക്കൾ ഉണ്ടാകാതിരുന്ന അതുകൊണ്ടാണെന്ന്, അത് കാരണം കൃഷ്ണനെ തന്നെ മകനായി കണ്ടതുകൊണ്ടാണ്, ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുക. ഇതൊന്നുമല്ല അതിന്റെ ശരിയായ രീതി. അപ്പൊ നശ്വരത ആണ്, പക്ഷെ നശ്വരമായി ശരീരം അതിസൂക്ഷ്മമായിട്ട് നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ട് ഈ ശൈവ സിദ്ധന്മാർ. അതിൽ തിരുമൂലരാണ് തിരുമന്ദിരത്തിൽ അത് ഏറ്റവും കൂടുതൽ ശക്തമായി പ്രഖ്യാപിക്കുന്നതും വേറെ ഗ്രന്ഥങ്ങളിലും ഉണ്ട്.